ഹലോ, വെൽക്കം ടു വൈ വിത്ത് അമാളു. ഞാൻ ഒരുപാട് നാളെ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട്, അതും ലോങ് വീഡിയോ. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഷോർട്സും റീൽസൊക്കെ ആയിട്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ അപ്ലോഡ് ചെയ്യാറുണ്ടെങ്കിൽ പോലും യൂട്യൂബിൽ ഞാൻ ലോങ് വീഡിയോ ഇട്ടിട്ട് കാലങ്ങൾ ഏറെ ആയി എന്നുള്ളതാണ് വാസ്തവം ഗൈസ്. യെസ്, അപ്പോൾ ഇന്ന് ഞാൻ യൂട്യൂബ് വീഡിയോ ലോങ് ഇടാൻ പോവുകയാണ്. അപ്പോൾ കുറച്ച് ക്ഷമാപൂർവ്വം നിന്ന് വാച്ച് ചെയ്യുക. കാരണം എനിക്ക് വലിയ യൂട്യൂബ് വീഡിയോ എഡിറ്റ് ചെയ്തും പരിജ്ഞാനില്ല. ഞാൻ സ്ക്രീനിലേക്ക് നോക്കുമ്പോൾ എൻ്റെ കണ്ണ് കൊങ്കണ്ണാവുന്നു, ക്യാമറയ്ക്ക് നോക്കുമ്പോൾ ആയിരിക്കും എനിക്ക് തോന്നുന്നത് നിങ്ങൾ ഫേസ് ചെയ്യാൻ പറ്റാം. സോ യാ, അപ്പോൾ ഇന്ന് ഞാനൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കുറേ നാളുകളായിട്ട് ചത്ത് കിടക്കുന്ന ചാനലാണ് പുനർജീവിപ്പിക്കാൻ നിങ്ങൾ എല്ലാവരുടെയും സഹായം ഞാൻ അഭ്യർത്ഥിക്കുന്നു. യെസ്, സോ സ്റ്റേ ട്യൂൺ ഫോർ മൈ ഗെറ്റ് റെഡി വിത്ത് മീ. സോ ജസ്റ്റ് കാഷ്വലി പുറത്ത് പോകുമ്പോൾ നമ്മൾ ജസ്റ്റ് ഫേസ് വാഷ് ചെയ്യും. ഫേസ് വാഷ് ചെയ്തതിന് ശേഷം ചിലർ ടോണറൊക്കെ യൂസ് ചെയ്യും. പക്ഷെ ഞാൻ അതൊന്നും യൂസ് ചെയ്യുന്നില്ല. ഞാനിവിടെ നമ്മുടെ പ്ലമ്മിൻ്റെ റൈസ് വാട്ടർ മോയ്സ്ചറൈസറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഞാൻ പോൺസിൻ്റെയാണ് യൂസ് ചെയ്യാറ്. പിന്നെ ഇത് ട്രൈ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ച് വാങ്ങിയത്. പക്ഷേ ഇറ്റ്സ് ഗുഡ് ട്രൈ. എൻ്റെ ഫേസിന് ഇത് ചേരുന്നുണ്ട്. സോ ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുത്ത് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഫാക്ടറാണ് സൺസ്ക്രീൻ. യെസ്, ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ഫോക്സ് സ്റ്റൈലിലെ സൺസ്ക്രീനാണ്. ഇറ്റ്സ് ഗുഡ് ടു ഗോ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൺസ്ക്രീനാണ്. 2 ഫിംഗർ മെത്തേഡ്. അത് ഞാൻ എളുപ്പത്തിൽ ചെയ്യാറില്ല. 2 ഫിംഗറിൽ ഇതെടുത്തതിന് ശേഷം ഈ 2 ഫിംഗറിലേക്ക് കൂടി ഇങ്ങനെയാക്കും. അതിനുശേഷം ഫേസിലേക്ക് ടാപ്പ് ചെയ്യും. യെസ്, നമ്മൾ സൺസ്ക്രീനൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത ശേഷം അറ്റ്ലീസ്റ്റ് ഒരു 1 മിനിറ്റോ 2 മിനിറ്റ്സ് നമ്മൾ വെയിറ്റ് ചെയ്യണം. അതൊന്ന് അബ്സോർബ് ചെയ്ത് മുഖത്തിലേക്ക് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അതിനാണ് നമ്മൾ അടുത്ത ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യണം. അപ്പോൾ അതിനുള്ളിൽ നമുക്ക് ഒരു ലിപ് ബാം യൂസ് ചെയ്യും. ലിപ് ബാം ഇതുപോലെ തന്നെയാണ്. മോയ്സ്ചറൈസറും സൺസ്ക്രീനും യൂസ് ചെയ്തതിന് ശേഷം ലിപ് ബാമും കൂടി ഇട്ട് 2 മിനിറ്റ് തരാപര നടക്കുക. ഇതാണ് ഞാൻ ചെയ്യാറുള്ളത്. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് സെബാമെഡിൻ്റെ SPF 30 ഉള്ള ലിപ് ബാമാണ്. ബിക്കോസ് നമ്മുടെ എന്താ പറയുക, ലിപ്പിലുള്ള പിഗ്മെൻറ്റേഷൻ കാര്യങ്ങൾ മാറ്റാനും പിന്നെ സേഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയൊരു ലിപ് ബാമാണ് സെബാമെഡിൻ്റെത്. സോ ഐ ഓൾവേസ് പ്രിഫർ ദിസ് വൺ. അങ്ങനെ ഞാൻ എൻ്റെ മോയ്സ്ചറൈസറും സൺസ്ക്രീനും എന്താ പറയുക ലിപ് ബാമൊക്കെ ഇട്ടിട്ട് തേരാപ്പാറ നടന്ന് 2 മിനിറ്റ് കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്യാം. സാധാരണ രീതിയിൽ നമ്മൾ ഫംഗ്ഷനൊക്കെ പോവുകയാണെങ്കിൽ ഫൗണ്ടേഷൻ യൂസ് ചെയ്യും, കൺസീലർ, കളർ കറക്റ്റർ, അങ്ങനെ ഒരുപാട് സംഭവം യൂസ് ചെയ്യാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഫംഗ്ഷനൊന്നുമല്ല, ഞാൻ ഫംഗ്ഷന് പോയാലും പുറത്ത് പോയാലും യൂസ് ചെയ്ത സെയിം സാധനങ്ങൾ തന്നെയാണ്. കാരണം ഈ മുഖത്തിൻ്റെ ഷേപ്പൊന്നും മാറാൻ പോകുന്നില്ലല്ലോ. അതുപോലെ കളറ് വെളുത്തിട്ട് മാറാനും പോകുന്നില്ല. നമ്മുടെ ഉള്ള ഒരു പിഗ്മെൻറ്റേഷനൊക്കെ മാറ്റുക, ഒന്ന് ഗ്ലോ ആയിട്ടിരിക്കുക, ഒരു നാച്ചുറൽ ലുക്ക് കൊണ്ടുവരാം. ഇതാണ് എവിടെ പോയാലും ഞാൻ ശ്രദ്ധിക്കാറുള്ളത്. ചിലപ്പോൾ ഒന്നും ചെയ്യില്ല, വെറുതെ ഒരു മോയ്സ്ചറൈസർ ഇട്ട് പോകാറുള്ളൂ. പക്ഷേ ഇപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്ഥിരം യൂസ് ചെയ്യുന്ന ഒരു എന്താ പറയുക, BB ക്രീമല്ല, അതുപോലത്തെ ഫൗണ്ടേഷനും അല്ല, അങ്ങനത്തെ ഒരു പ്രൊഡക്റ്റാണെന്ന് കാണിക്കാൻ പോകുന്നത്. ഞാൻ സ്ഥിരം യൂസ് ചെയ്യാറുള്ളത് റെന്നയുടെ ഫേസ് ബേസ് BB 7-in-1 ക്രീമായിരുന്നു യൂസ് ചെയ്യാറുള്ളത്. ഇത് കഴിഞ്ഞപ്പോൾ ഏകദേശം കഴിയാറായപ്പോൾ ഞാനത് മാറ്റി ചിന്തിക്കാൻ തുടങ്ങി. ഇത് കുറച്ച് എനിക്ക് ഭയങ്കരമായിട്ട് സ്വെറ്റിങ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് മാറ്റി ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ കടകൾ കയറി ഇറങ്ങിയിരുന്നു. പക്ഷെ എല്ലാം ഈ സ്വെറ്റ് കാരണം എനിക്ക് T-സോൺ ഏരിയയിൽ സ്വെറ്റ് ഉള്ളതുകൊണ്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടായില്ല. കാരണം സ്വെറ്റ് വന്നാൽ പോലും നമ്മൾ തുടച്ചെടുക്കുമ്പോൾ ആ പ്രൊഡക്റ്റ് കയ്യിൽ പോരും. അങ്ങനെ പാടില്ലാത്തൊരു സംഭവം നോക്കി നടക്കുമ്പോഴാണ് എനിക്ക് ഈ വേറൊരു പ്രൊഡക്റ്റ് കിട്ടിയത്. യെസ്, ഇത് ഹൈഡ്രാ ഗ്ലോ ടിൻറ്റഡ് സൺസ്ക്രീനാണ്. SPF 40 PA+++ ഉണ്ട്. K ബ്യൂട്ടിയുടെ ആണ്. ഇത് കുറച്ച് കോസ്റ്റ്ലിയാണ് എങ്കിൽ പോലും ദിസ് ഇസ് ദ ബെസ്റ്റ് ചോയ്സ് ഫോർ മീ. അതായത് എൻ്റെ സ്കിന്നിന് ഇപ്പോൾ ഞാൻ വേർത്താലും ഈ പ്രൊഡക്റ്റ് പോരില്ല. അത്രയും നല്ല പ്രൊഡക്റ്റാണ് എനിക്കിപ്പോൾ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇത് ഹൈലറോണിക് ആസിഡ് വൈറ്റമിൻ C ഉള്ളതുകൊണ്ട് പേടിക്കാൻ ഒന്നുമില്ല. പിഗ്മെൻറ്റേഷൻ കാര്യങ്ങളൊന്നും വരത്തില്ല. ഞാനിത് 1 മന്ത് ആവാൻ പോകുന്നു യൂസ് ചെയ്ത് വന്നിട്ട്. K ബ്യൂട്ടിയുടെ ബ്രാൻഡ് അത്രയാണ് ലൈഫിലെ ബ്രാൻഡ് അങ്ങനെ തോന്നുന്നു, എനിക്ക് ഉറപ്പില്ല. ഐ എം നോട്ട് ഇൻ ടു ദ ഡീപ്പ്. പക്ഷേ ദിസ് ഈസ് എ വെരി ഗുഡ് ടിൻറ്റഡ് മോയ്സ്ചറൈസർ കം സൺസ്ക്രീൻ, മസ്റ്റ് ട്രൈ. പാക്കേജിങ് വന്നിട്ട് ഇങ്ങനെയാണ്. നമ്മൾ ഒരു തുണ്ട് ഇതിങ്ങനെ എടുക്കുക, ആൻഡ് ദെൻ ഡാബ് ഇറ്റ് ഓൾ ഓവർ യുവർ ഫേസ്. യെസ്, ഈ പിഗ്മെൻറ്റഡ് ഏരിയാസിൽ കൂടുതൽ
ആൻഡ് ദെൻ എന്തെങ്കിലും ഒരു ടോണറോ അല്ലെങ്കിൽ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് റോസ് വാട്ടറാണ്. ഇത് എൻ്റെ ഒരു പേഴ്സണൽ ട്രിക്കാണ്. നമ്മുടെ യൂസ് ചെയ്യുന്ന ഈ ബ്രഷ് ഉണ്ടല്ലോ അതിനകത്ത്, അല്ലെങ്കിൽ സ്പഞ്ചാണെങ്കിൽ സ്പഞ്ച്, അതിനകത്ത് നമ്മൾ ജസ്റ്റ് ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കും. അപ്പോൾ ഒരു മോയ്സ്ചറൈസിങ് ഫീൽ, ഐ മീൻ ഒരു വാട്ടറി ഫീൽ കിട്ടും. അല്ലെങ്കിൽ കുറേ ഡ്രൈ ആവില്ല നമ്മുടെ പ്രൊഡക്റ്റ്. ഏത് പ്രൊഡക്റ്റ് യൂസ് ചെയ്താലും ഞാൻ എങ്ങനെ ചെയ്യാറുണ്ട് ഈ ബ്രഷ് യൂസ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഞാൻ അതാണ് കൂടുതൽ നമ്മുടെ മുഖത്ത് പ്രൊഡക്റ്റ് ഇരിക്കാൻ നമ്മളെ സഹായിക്കാൻ എനിക്ക് തോന്നുന്നു. അപ്പോൾ ഫേസ് ഒന്ന് ഗ്ലോയി ആയിട്ട് ഇരിപ്പുണ്ട്. സോ ഇതാണ് മേക്കപ്പ് ബട്ട് നോ മേക്കപ്പ് ലുക്ക്. ആൻഡ് ദെൻ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റുന്ന സംഭവമാണ് ലിപ്സ്റ്റിക് അല്ലേ. അപ്പം ഞാൻ കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക്കാണ് മേബിലൈൻ്റെ ന്യൂയോർക്ക് സൂപ്പർ ടെഡി ടിൻ്റ് എന്നുള്ള ലിപ്സ്റ്റിക്ക്. ഞാൻ ഡെയിലി യൂസ് ചെയ്ത് എനിക്ക് പിഗ്മെൻറ്റേഷൻ വന്നപ്പോൾ ഞാനൊന്ന് മാറ്റി ചിന്തിക്കാമെന്ന് വിചാരിച്ചു. കുറേ തപ്പി നടന്ന് എനിക്ക് കിട്ടി കെ ബ്യൂട്ടിയുടെ തന്നെ ലിപ്സ്റ്റിക്കാണിത്. നല്ല പ്രീമിയം പാക്കേജിങ് ആയിരുന്നു അവരുടേത്. കണ്ടാ, ഇത് എനിക്ക് യൂസ് ചെയ്തപ്പോൾ എൻ്റെ പിഗ്മെൻറ്റേഷൻ അധികം വന്നിട്ടില്ല. എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ നല്ലൊരു കുറച്ച് കോസ്റ്റ്ലി ആണെങ്കിലും കെ ബ്യൂട്ടിയുടെ പ്രൊഡക്ട്സ് എനിക്ക് തോന്നുന്നു ഈ 2 പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നത് നല്ല അടിപൊളി പ്രൊഡക്ട്സാണ്. മസ്റ്റ് ട്രൈ ആണെന്ന് ഞാൻ പറയും. വൺസെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. പ്രീമിയം പാക്കേജിങ്. സോ നമുക്ക് ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നിയ ഡ്രോബാക്ക് എന്ന് വെച്ചാൽ കെ ബ്യൂട്ടിയിലെ ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ്സ് ലിമിറ്റഡ് ആണ്. ഇത് ലിമിറ്റഡ് എഡിഷൻ ആയിട്ടുള്ള ലിപ്സ്റ്റിക്കാണ് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്തത്. അവരിൽ കുറച്ച് ഷെയ്ഡ്സുള്ളൂ ഇതിൻ്റെ. പക്ഷെ കുറച്ച് ഓവറായി പോയില്ലേ എന്ന് എനിക്ക് തോന്നും. കാരണം അതൊക്കെ നമുക്കൊന്ന് ഒപ്പിടും. പരമാവധി ഞാൻ ലിപ്സ്റ്റിക്കിന് ശേഷം എന്താ പറയുക, ഒരു ടിഷ്യൂ പേപ്പർ ഇടുന്നു ഡാബ് ചെയ്തെടുക്കാറുണ്ട്. അല്ലെങ്കിൽ ഓവറായപ്പോൾ എനിക്കെന്ന് തോന്നും. ഇപ്പോൾ ഒരു മിനിമൽ ലുക്കാണ് എനിക്ക് തോന്നുന്നത്. കുറച്ച് നേരം കഴിയുമ്പോൾ കുറച്ചും കൂടി ലൈറ്റ് ആവും ലിപ്സ്റ്റിക്കിൻ്റെ കളർ. ഇപ്പോൾ നല്ല ഡാർക്കായിട്ട് തോന്നിക്കുന്നെങ്കിലും കുറച്ച് നേരം കഴിയുമ്പോൾ നല്ല ഡിമ്മായിട്ട് ഇങ്ങനെ വരും. അപ്പോൾ കറക്റ്റ് ഫേസിൽ ചേർന്ന ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡായിട്ട് അത് വരും നമുക്ക്. സോ ഇതാണ് എൻ്റെ മേക്കപ്പ് ലുക്ക് വിത്തൗട്ട് മേക്കപ്പ്. നമ്മൾ ലിപ്സ്റ്റിക്ക് ഇട്ടു. സോ നമ്മുടെ ഏകദേശം മേക്കപ്പ് പൂർത്തീകരിക്കുകയാണ് ഗൈസ്. പിന്നെ ഐ മേക്കപ്പ് അത് ഞാൻ പൊതുവേ ചെയ്യാറില്ല. കാരണം എനിക്കത് മടിയാണ് ചെയ്യാൻ. കാരണം ഇതൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്ന് കണ്ണെഴുതുക, പിന്നെ അതൊക്കെ എന്തിനാ, ഞാൻ കണ്ണങ്ങനെ എഴുതാറില്ല. പക്ഷേ ഐ യൂസ് ടു യൂസ് ദിസ് എന്താ പറയുക, ബ്രോ പെൻസിലല്ലേ, ഈ സംഭവം യൂസ് ചെയ്യാറുണ്ട്. ഇത് കാട്രൈസ് എന്നുള്ളൊരു ബ്രാൻഡിൻ്റെയാണ്. സിനിമാറ്റിക് അൾട്രാ പ്രിസൈസ് വാട്ടർ പ്രൂഫാണത്. ഐബ്രോ പെൻസിൽ ഇത് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ഇത് എന്താ പറയുക, നമ്മുടെ ഐബ്രോസ് തിക്കാക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. കാരണം ഇവിടെ ഒന്നുമില്ല, നമുക്ക് ജസ്റ്റ് ഫില്ല് ചെയ്ത് കൊടുക്കാതെ. കാരണം ഇത് ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ പുറകിൽ നമുക്ക് ഒരു ബ്രഷ് വരുന്നുണ്ട്. ഇത് വെച്ച് നമുക്ക് കോംബ് ചെയ്തും കൊടുക്കാൻ പറ്റും. ഇത് ചെയ്തില്ലെങ്കിൽ പോലും ഞാൻ ചെയ്യുന്ന സംഭവമാണ് ഇത് ആക്ച്വലി നമ്മുടെ ഐ മേക്കപ്പ് ഇല്ലെങ്കിലും ഐ ലാഷസിനെ ഒന്ന് എൻഹാൻസ് ചെയ്ത് നിർത്താൻ സഹായിക്കും. പിന്നെ കുറച്ച് സൂക്ഷിച്ചൊക്കെ വേണം ഇത് ഉപയോഗിക്കുക, അല്ലെങ്കിൽ കണ്ണിൽ പെടും. ഇപ്പോൾ നിങ്ങൾ തന്നെ കാണുന്നത് റിംഗ് ലൈറ്റിലാണ്. റിംഗ് ലൈറ്റിൽ പല മോഡുണ്ടല്ലോ, ലൈക്ക് 1, 2, 3, 4. ഇതൊന്നുമില്ല, അത് സാധാരണ ഡേ ലൈറ്റിൽ ഞാൻ കാണിച്ചു തരാം ഫേസ്. ദിസ് ഇസ് വിത്തൗട്ട് എനി ലൈറ്റ് ഓർ എനിത്തിങ്. ജസ്റ്റ് ഫോണിൽ ഫ്രണ്ട് ക്യാമറ ഓൺ ആക്കി എടുക്കുന്ന എൻ്റെ ഫേസ്. സോ ദിസ് ഇസ് ദ ആക്ച്വൽ മേക്കപ്പ് ലുക്ക്. ഇതും ആക്ച്വൽ എന്ന് പറയാൻ പറ്റില്ല, ക്യാമറയുടെ ടിപ്സും സൺലൈറ്റും ഡേലൈറ്റൊക്കെ ഉണ്ട്. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കറക്റ്റ്, ഇപ്പോൾ കുറച്ച് ഓവറായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ പോലും പുറത്തിറങ്ങുമ്പോൾ അത് മിനിമലാവും. അങ്ങനെയാണ് എനിക്ക് ഇത് തോന്നിയിട്ടുള്ളത്. പിന്നെ ലോങ് ലാസ്റ്റിംഗ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 8 hours ലോങ് ലാസ്റ്റിംഗ് ആണിത്. ലിപ്സ്റ്റിക് ആണെങ്കിലും പിന്നെ ഫേസിൽ കെ ബ്യൂട്ടിയുടെ പ്രൊഡക്റ്റ് കേട്ടോ ഓക്കെ ആണ്. സോ ദിസ് ഇസ് get ready with me. So stay tuned for more videos, and the videos ഇഷ്ടമായി subscribe and follow for more. Bye. So yes, റിംഗ് ലൈറ്റ് ഒക്കെ ഒഴിവാക്കി നമ്മൾ ഡേ ലൈറ്റിൽ നിൽക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട് ക്യാമറ ജസ്റ്റ് ഓൺ ആക്കിയിട്ട് ഞാൻ എഡിറ്റ് ഒന്നും ചെയ്യുന്നില്ല. ഐ മീൻ വേറെ ഫിൽറ്റേഴ്സ് ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഇതാണ് നാച്ചുറൽ മേക്കപ്പ് ലുക്ക്. ഇപ്പോൾ കെ ബ്യൂട്ടിയുടെ പ്രൊഡക്ട്സിൻ്റെ പ്രത്യേകത അത് പെയ്ഡ് പ്രൊമോഷൻ ഒന്നുമല്ല. എനിക്ക് എന്തായാലും പെയ്ഡ് പ്രൊമോഷൻ തരില്ലെന്ന് അറിയാലോ, തുച്ഛമായ ഫോളോവേഴ്സുള്ള എനിക്ക്. അതുകൊണ്ട് പ്രൊമോഷനും ലിങ്കും കമൻറ്റും സംഭവങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ലതാണെന്ന് തോന്നിയപ്പോൾ ഞാൻ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ദിസ് ഇസ് മൈ ലുക്ക്.
സോ സ്റ്റേ ട്യൂൺ ഫോർ മോർ വീഡിയോസ് വിത്ത് വൈബ് വിത്ത് അമാളു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. ഞാൻ പുറത്ത് പോയിട്ട് വന്നു. മേക്കപ്പിനൊരു ഇളക്കം തട്ടിയിട്ടില്ല. ലിപ്സ്റ്റിക്ക് അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ലോങ് ലാസ്റ്റിംഗ് ആണ്.